Hi all, welcome to Happy English. I'm Sisra. I hope you all are doing great. Let's begin our new session. So today we are continuing our class. In our last class we learned about can, right? So today we are learning about could. Of course, if you learn about can, then we need could also, isn't it? So in the nammal could ennulla oru word ne kurichana we are going to learn it detailing. Okay? So let's begin the class. Usually the word could is used to express past ability. We learned like that. അല്ലേ, നമ്മൾ മുൻപ് മുതൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് എബിലിറ്റി പറയാൻ, ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് പാസ്റ്റ് എബിലിറ്റി പറയാൻ. Usually we use that, yeah, but still in standard English ഒരു പാസ്റ്റ് എബിലിറ്റി പറയും that we were able to do something in the past but not now. ഇപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല, മുൻപ് കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് could ഉപയോഗിക്കുക. ഓക്കെ, സിംപ്ലി ഇപ്പം നമ്മൾ ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടാൻ കഴിയും, ഐ കുഡ് സിംഗ്, എനിക്ക് പാടാൻ കഴിഞ്ഞു, ആ രീതിക്ക് നമ്മൾ ഉപയോഗിക്കില്ല. ഐ കുഡ് സിംഗ് വെൻ ഐ വാസ് 5 years old, ആ രീതിക്ക് പാസ്റ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ പാസ്റ്റ് എബിലിറ്റി സംതിങ് ദാറ്റ് വി വെയർ ഏബിൾ ടു ഡു ഇൻ ദി പാസ്റ്റ് ബട്ട് നോട്ട് നൗ. ഇപ്പം അത് അങ്ങനെ അല്ല, മുൻപ് അങ്ങനെ ആയിരുന്നു, മുൻപ് ആ ഒരു കഴിവുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല, ആ രീതിക്കുള്ള കാര്യങ്ങൾ പറയാൻ മാത്രമേ could എന്നുള്ള വേർഡിനെ പാസ്റ്റ് എബിലിറ്റിയിൽ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ വി ഹാവ് ഫ്യൂ സെന്റൻസസ്. യുവർ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5 years old. ഓക്കെ, എനിക്ക് 5 വയസ്സായിരുന്നപ്പം എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5 years old. ഓക്കെ, ആൻഡ് യുവർ നെക്സ്റ്റ് എക്സാമ്പിൾ സെന്റൻസ് we couldn't open the door when we arrived. ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. We couldn't open the door when we arrived. Okay, and the third example sentence, could you understand what he was saying? Okay, അവൻ എന്താ പറഞ്ഞിരുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? Could you understand what he was saying? So not only for a positive sentence, in positive case you use could to describe some actions that you were possible to do in the past but not now. Okay, and in the negative form you use couldn't. ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, സാധിക്കില്ല എന്ന് പറയാനായിട്ട്, സാധിച്ചിരുന്നില്ല എന്ന് പറയാനായിട്ട് you use could. can't past tense item. And for questioning also you use this word in the beginning. For example, the last example is given as a question. Okay, could you understand what he was saying? അവൻ എന്താ പറഞ്ഞിരുന്നതെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. Okay, so we have a misconcept regarding this topic, this could. So we have been using it for ages and നമ്മളത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു യൂസേജിനെ കുറിച്ച്. സോ അതിന്ന് നമ്മളിവിടെ ക്ലിയർ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ലേൺ ഇറ്റ് ത്രൂ ആൻ എക്സാമ്പിൾ. ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, യു ഹാവ് ടു ഇമാജിൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ്. സോ യുവർ സെൻറ്റൻസ് ഇസ് I could eat a full biryani. Okay, ഒരു full biryani, I could eat a full biryani. So ഇവിടെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? അതിന് മീനിങ് എനിക്ക് ഒരു ഫുൾ ബിരിയാണി കഴിക്കാൻ സാധിച്ചു എന്നാണോ, ബട്ട് അതോ എനിക്ക് സാധിച്ചിരുന്നു, അതായത് കഴിഞ്ഞിരുന്നു എന്നാണോ മീനിങ് വരുന്നത്? ദർ ഇസ് എ ഡിഫറൻസ്, റൈറ്റ്? ഇപ്പം ഞാനൊരു എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഐ കുഡ് ഈറ്റ് എ ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ മീനിങ് ശരിക്കും വരുന്നത്? നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആണോ? ആക്ച്വലി ഐ കുഡ് ഈറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ മീനിങ് വരുന്നത് എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാണ്. ഐ കുഡ് ഈറ്റ്, എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്നു മുൻപ്. ദാറ്റ് മീൻസ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, മുൻപ് എന്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചിരുന്നു, പക്ഷെ ഇപ്പം അത് ഇല്ല എന്നുള്ള മീനിങ്ങിലാണ് കുഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വരിക. ഐ കുഡ് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് സാധിച്ചു എന്നല്ല അർത്ഥം, എനിക്ക് കഴിക്കാൻ സാധിച്ചു എന്നല്ല, എനിക്ക് സാധിച്ചിരുന്നു, എനിക്കൊരു ഫുൾ ബിരിയാണി കഴിക്കാൻ സാധിച്ചിരുന്നു, ഇപ്പം എന്തോ എനിക്കത് പറ്റുന്നില്ല, ആ സമയത്താണ് നമ്മൾ അങ്ങനെ പറയാം. ഐ കുഡ് സ്പീക്ക് സെവറൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കാൻ കഴിഞ്ഞു എന്നല്ല, കഴിഞ്ഞിരുന്നു, മുൻപ് എന്നെ കൊണ്ട് അത് പറ്റിയിരുന്നു, ബട്ട് നോട്ട് നൗ. ദാറ്റ് ഈസ് ദി മീനിങ്. ഓക്കെ, സോ ഇപ്പം നമുക്ക് സാധിച്ചു എന്ന് പറയാനായിട്ട് പിന്നെ എന്താ നമ്മൾ യൂസ് ചെയ്യുക? അതായത് ഇപ്പം നമ്മുടെ തൊട്ട് പാസ്റ്റിൽ ഒരു കാര്യം എന്നെ കൊണ്ട് കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സെയിം എക്സാമ്പിളിൽ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ പോയി വന്നതിന് ശേഷം ഞാൻ പറയുകയാണ് എനിക്കൊരു ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ക്യാൻ വി, അവിടെ കുഡ് അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. കുഡ് അവിടെ യൂസ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് അല്ല വരിക. കുഡ് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാനാണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദെൻ വാട്ട് എൽസ് ക്യാൻ വി യൂസ്? അവിടെ ഉപയോഗിക്കാനാണ് വാസ് ഏബിൾ ടു എന്നോ അല്ലെങ്കിൽ വെയർ ഏബിൾ ടു എന്നോ പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഐ മാനേജ്ഡ് ടു എന്നും പറയാം കേട്ടോ. വാസ് ഓർ വെയർ ഏബിൾ ടു, വാസ് എവിടെ യൂസ് ചെയ്യണം, വെയർ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് വി വിൽ ലേൺ ദാറ്റ് ഡീറ്റെയിലി ത്രൂ സം എക്സാമ്പിൾസ് ഓൾസോ. അപ്പം വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വെയർ ഏബിൾ ടു
or your second option is managed to. Managed to means it implies that something was very difficult but still somehow we did that. ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരുന്നു ബട്ട് എങ്ങനെയോ അത് ചെയ്തെടുത്തു എന്ന് പറയില്ലേ. അപ്പോൾ ആ രീതിക്ക് managed to എന്നുള്ള വേർഡും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ could എന്നുള്ളത് ജസ്റ്റ് പാസ്റ്റിലെ കാര്യങ്ങൾ പറയാൻ യൂസ് ചെയ്യില്ല. അതിന് പകരം അവിടെ യൂസ് ചെയ്യുന്നതാണ് was able to or were able to. So let's look detailedly into this topic. Let's learn through some examples. So when we talk about achieving something on a specific occasion in the past, then you can use either was able to, or if your subject is plural, you can go for were able to, and you can also use managed to. So here we have some examples for that. Your first example is I was able to run 2 kilometers yesterday. Okay, ഇന്നലെ I was able to എന്നെങ്ങോട്ട് സാധിച്ചു, എനിക്ക് കഴിഞ്ഞു. എന്ത്? I was able to run, എനിക്ക് ഓടാൻ കഴിഞ്ഞു 2 kilometers, 2 കിലോമീറ്റർ yesterday. I was able to run 2 kilometers yesterday. സെയിം സെൻറ്റൻസ് നിങ്ങൾക്ക് managed to ഉപയോഗിച്ചും പറയാം. I managed to run 2 kilometers yesterday. അതായത് അത് 2 kilometers ഓടുക എന്ന് പറയുന്നത് മേ ബി വലിയൊരു കാര്യമായിരിക്കാം, എങ്കിലും അത് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഞാനത് ചെയ്യാൻ എനിക്കത് കഴിഞ്ഞു. ഓക്കെ, സോ ഐ മാനേജ്ഡ് ടു, എങ്ങനെയോ ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഐ മാനേജ്ഡ് ടു റൺ 2 kilometers yesterday എന്ന് പറയാം. ഇവിടെ നമ്മൾ വാസ് ഏബിൾ ടു യൂസ് ചെയ്യാൻ കാരണം ഐൻ്റെ കൂടെ നമ്മൾ വാസ് ആണല്ലോ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഫ് യുവർ സബ്ജക്റ്റ് ഇസ് സംതിങ് പ്ലൂറൽ ദെൻ യു ക്യാൻ ഗോ ഫോർ വെയർ ഏബിൾ ടു. ഫോർ എക്സാമ്പിൾ യുവർ നെക്സ്റ്റ് സെൻറ്റൻസ് ദേ വെയർ ഏബിൾ ടു പെർഫോം വെൽ, അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. സോ അത് തന്നെ മാനേജ്ഡ് ടു ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ദേ മാനേജ്ഡ് ടു പെർഫോം വെൽ. മേ ബി ദെയർ വാസ് വെനി ക്യാവോസ് ബട്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റ് എങ്ങനെയോ അവരത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ദേ മാനേജ്ഡ് ടു perform well എന്ന് പറയാം. Okay, so they were able to perform well or they managed to perform well. So while speaking about some past possibilities that you could do, you could achieve something on a specific occasion in the past, you can use was able to or were able to or managed to. Okay, so what about the negative form? That is നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ was able to or were able to, otherwise managed to ഇത് ഉപയോഗിച്ചല്ലോ. So what about the negative? ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് എന്തായിരിക്കും? Yeah, here you can either use, you have 3 options. Okay, your option 1 is that you can use was not able to അല്ലെങ്കിൽ were not able to. അതായത് was able to were able to ന്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് ആക്കുന്നത് നോട്ട് ആഡ് ചെയ്യുക. വാസ് നോട്ട് ഏബിൾ ടു, വെയർ നോട്ട് ഏബിൾ ടു. വാസ് നോട്ടിനെ കോൺട്രാക്ട് ചെയ്ത് യു ക്യാൻ സേ വാസൻറ്റ് ഏബിൾ ടു ആൻഡ് വെയറൻറ്റ് ഏബിൾ ടു. ഓക്കെ, ആൻഡ് യുവർ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് യു ക്യാൻ സേ മാനേജ്ഡ് ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് യു ക്യാൻ യൂസ് ഐ ഡിഡൻറ്റ് മാനേജ് ടു, ഐ ഓർ എനിത്തിങ് എനി സബ്ജക്റ്റ്. സോ അവിടെ മാനേജ്ഡ് ടു എന്ന് പറഞ്ഞത് ഡിഡൻറ്റ് മാനേജ് ടു എന്ന് പറയാം. വി വിൽ ലുക്ക് എക്സാമ്പിൾസ് ഫോർ ഈച്ച് വൺ ഓഫ് ദീസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് പറയാണ്. സോ ഫസ്റ്റ് വൺ wasn't or weren't able to, second one didn't manage to, and your third option is couldn't. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. നെഗറ്റീവ് പറയുന്ന സമയത്ത് couldn't ഉപയോഗിക്കാം, ബട്ട് പോസിറ്റീവ് പറഞ്ഞപ്പോൾ നമുക്ക് couldn't ഇല്ലായിരുന്നു, was able to or were able to മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ബട്ട് here when you speak about negative you can also use couldn't. So let's see this through some examples. So your first example is she couldn't watch the match. So couldn't use ചെയ്തുള്ള എക്സാമ്പിൾ തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. she couldn't watch the match. അവൾക്ക് മാച്ച് കാണാൻ കഴിഞ്ഞില്ല. ബട്ട് അവൾക്ക് മാച്ച് കാണാൻ കഴിഞ്ഞു എന്നാണെങ്കിൽ ഷീ കുഡ് പറയാൻ പറ്റുമോ? നോ, ഷീ കുഡ് വാച്ച് ദ മാച്ച് എന്ന് പറഞ്ഞാൽ അവൾക്ക് മാച്ച് കാണാൻ കഴിഞ്ഞിരുന്നു. മേ ബി ഇൻ ഹർ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തൊക്കെ അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു, അങ്ങനെ പറയാനാണെങ്കിൽ ഉള്ളൂ കുഡ് യൂസ് ചെയ്യാൻ പറ്റുക. ഹിയർ കാണാൻ കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഷീ വാസ് ഏബിൾ ടു വാച്ച് ദ മാച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. ഹിയർ നെഗറ്റീവ് ആയതുകൊണ്ട്, കഴിഞ്ഞില്ല എന്നായതുകൊണ്ട് ഷീ കുഡൻറ്റ് watch the match എന്ന് പറയാം. That is your first example. And second one, they didn't manage to find a solution. അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. They didn't manage to find a solution. And third one, the speaker was not able to attend the conference due to illness. Okay, സുഖമില്ലായ്മ കൊണ്ട് സ്പീക്കറിന് കോൺഫറൻസിൽ പങ്കെടുക്കാൻ, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്പീക്കർ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ കോൺഫറൻസ്. വാസ് നോട്ട് ഏബിൾ ടു, കഴിഞ്ഞില്ല എന്ന് പറയാൻ. ദ സ്പീക്കർ ഇസ് എ സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ നൗൺ, അതുകൊണ്ടാണ് നമ്മൾ വാസ് നോട്ട് ഏബിൾ ടു പറഞ്ഞത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു പ്ലൂറൽ നൗൺ ആയിരുന്നെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് വെയർ നോട്ട് ഏബിൾ ടു എന്നുള്ളത്. സോ വൈൽ സ്പീക്കിംഗ് നെഗറ്റീവ് യു ഹാവ് ദീസ് 3 ഓപ്ഷൻസ്. വാസ് നോട്ട് ഏബിൾ ടു യൂസ് ചെയ്യുക, ഡിഡൻറ്റ് മാനേജ് ടു യൂസ് ചെയ്യുക, couldn't എന്നുള്ളതും പറയാം.
That is the main difference. Okay, so നമ്മൾ പറഞ്ഞു ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? First of all, could എന്നുള്ള കാര്യം past ability പറയാൻ യൂസ് ചെയ്യും, but not about something that happened in a specific moment in the past. Not like that. Instead of that, മുൻപ് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമേ could എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്ത് പാസ്റ്റ് എബിലിറ്റി പറയുള്ളൂ. She could sing when she was in 10th standard. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു, അപ്പോൾ അവൾക്ക് പാടാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു രീതിക്കുള്ള സെൻറ്റൻസസ് മാത്രമേ കുഡ് ഉപയോഗിച്ച് പറയുള്ളൂ. ഓക്കെ, ജസ്റ്റ് പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നലെ അവളെ മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാനാണെങ്കിൽ ഒരിക്കലും അവിടെ കുഡ് പറയില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ സേ ഐ വാസ് ഏബിൾ ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ, ഓർ ഐ മാനേജ്ഡ് ടു എന്നുള്ളൊരു വാക്ക് ഇവിടെ വേണ്ട. നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം എങ്ങനെയോ അത് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് മാനേജ്ഡ് ടു ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ എന്ന് പറയാം. ആൻഡ് ഇഫ് യു ആർ കമ്മിങ് ടു ദി നെഗറ്റീവ് ഫോം, എനിക്ക് ഇന്നലെ അവളെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയാനാണെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ, ഓർ ഐ ഡിഡൻറ്റ് മാനേജ് ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ, ഓർ ഐ കുഡൻറ്റ് മീറ്റ് ഹെർ യെസ്റ്റർഡേ. ഈ 3 രീതിക്കും പറയാം. ഇതിലും ഒരു ഡിഡൻറ്റ് മാനേജ് ടു എന്നുള്ളത് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അത്രയും ആപ്റ്റ് അല്ല, കാരണം അത്രയും ഒരു റിസ്ക് ഉള്ള കാര്യത്തെക്കുറിച്ചൊന്നും അല്ല നമ്മൾ പറയുന്നത്. കാണാൻ കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. സോ ഇത് ഐ കുഡൻറ്റ് മീറ്റ് her yesterday, or I was not able to meet her yesterday. So ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾ നല്ലപോലെ കുറച്ചധികം എക്സാമ്പിൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് ഈ കാര്യം നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു, നമ്മുടെ മൈൻഡ് അതിന് സെറ്റ് ആയിട്ടുണ്ട്. കുഡ് എന്നുള്ളത് ഇപ്പം പാടാൻ കഴിയുമെന്ന് പറയാൻ ഐ ക്യാൻ സിങ് എന്ന് പറയുന്നത്, പാടാൻ കഴിഞ്ഞു എന്ന് പറയാൻ ഐ കുഡ് സിങ് എന്ന് പറയും. ഇതിനാണ് കുഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മൈൻഡിൽ ഫിക്സ്ഡ് ആണ്. ബട്ട് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഈ ഒരു രീതിക്കല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ വാസ് ഏബിൾ ടു ഓർ വേർ ഏബിൾ ടു യൂസ് ചെയ്യുക. കഴിഞ്ഞില്ല എന്ന് പറയാനാണെങ്കിൽ കുഡൻറ്റ് കൊടുക്കുക. പിന്നെ കുഡ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആസ് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, വി ഹാവ് എ മിസ്കൺസെപ്റ്റ്. നമ്മളിത് തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ലേൺ എ ന്യൂ എക്സ്പ്രഷൻ using the word could. Okay, here we are learning an expression in which this word could is used. So before telling you the expression, I'll explain the usage. Okay, ഇപ്പോൾ നമ്മൾ അറിയില്ലേ നമ്മൾ എന്തിനാ ജോയിൻ ചെയ്തേ? എനിക്ക് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ? സോ ഈ ഒരു കാര്യം പറയാനായിട്ട് യു ക്യാൻ എക്സ്പ്രസ് ദിസ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് ദി എക്സ്പ്രഷൻ ഐ വിഷ് ഐ കുഡ്. ഐ വിഷ് ഐ കുഡ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് യുവർ വെർബ്. എന്ത് കാര്യം ചെയ്യാമെന്നാണോ വിഷ് ചെയ്യുന്നത്, എന്ത് ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ കാര്യം ഐ വിഷ് ഐ കുഡ് എന്നുള്ളത് കഴിഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് the usage is clear, right? This is to express a desire. Sometimes desire ആണ് നമ്മുടെ ഒരു ആഗ്രഹം പറയാനായിരിക്കും, or sometimes it is used to express regret over something that is not possible. Okay, നടക്കാത്തൊരു കാര്യത്തിൻ്റെ മുകളിലുള്ള നമ്മുടെ റിഗ്രറ്റ് പറയാനോ അല്ലെങ്കിൽ ഒരു ഡിസയർ ആഗ്രഹം അറിയിക്കാനോ യു ക്യാൻ യൂസ് ഐ വിഷ് ഐ കുഡ്. സോ ലെറ്റ്സ് സീ ദി എക്സാമ്പിൾസ്. ആൻഡ് യുവർ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. സിംപ്ലസ്റ്റ് വൺ, റൈറ്റ്? ഐ വിഷ് ഐ കുഡ് കഴിഞ്ഞ് നമ്മുടെ ജസ്റ്റ് വേർബ് ഫ്ലൈ എന്നുള്ളത് കൊടുത്തു. എനിക്ക് പറക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് fly. Okay, and your second example, I wish I could travel the world. എനിക്ക് ലോകം മൊത്തം ചുറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. So I wish I could travel the world. And your third example, I wish I could relive my childhood. I wish I could relive my childhood. Relive എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജീവിക്കുക. ഓക്കെ, സോ ഒന്നും കൂടെ ഒരു കുട്ടിക്കാലത്തേക്ക് പോയി ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവാണ്, അങ്ങനെ വിചാരിക്കുക ഞാൻ എന്ന് പറയില്ലേ? സോ ഐ വിഷ് ഐ കുഡ് relive my childhood. Okay, these are your 3 examples for the phrase I wish, for the expression I wish I could. So could ഉപയോഗിച്ച് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണിത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. That may be to express your regret or your desire. Okay, so now let's move on to our activity. So you have to translate the given sentences into English. Okay, you are ready, right? So let's begin. Your first question, എൻ്റെ പഴയ കാറ് വിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, എനിക്ക് ബീച്ചിൽ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തേർഡ് വൺ, എനിക്ക് നിങ്ങളോടൊപ്പം ഗെയിമിന് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫോർത്ത് വൺ, അവൾ സിവിൽ സർവീസ് എക്സാം എഴുതി പക്ഷേ അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, എനിക്ക് ട്രെയിൻ കിട്ടിയില്ല എന്നിരുന്നാലും യോഗത്തിൽ കൃത്യസമയത്ത് എത്താൻ എനിക്ക് സാധിച്ചു. നെക്സ്റ്റ് വൺ, എനിക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നെക്സ്റ്റ് വൺ, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ ദിവസവും 10 കിലോമീറ്റർ സൈക്കിൾ റൈഡ് ചെയ്യുമായിരുന്നു. ആൻഡ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എൻ്റെ അച്ഛൻ ലോകം മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. ഓക്കെ, ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. സോ ട്രൈ ഇറ്റ് യൂസിങ് all the expressions that we learned or the words. You have to remember the difference between the usage of could. Okay, നമ്മൾ പഠിച്ചതും ഇപ്പം നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ആ കാര്യമൊക്കെ ഓർത്ത് തന്നെ ഈ ഒരു സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, so along with this you are having an accent training session today. So the video clip will be played after this. You have to listen to the video, record yourself, and you can send to your trainer. I hope you all enjoyed the session. We'll meet in another class. Take care and bye dears.